ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖിനാൽ അല്ലാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒരു ഭവനത്തിൽ, ഒരു മസ്ജിദിൽ ഒരുമിച്ച് കൂടാനും അവൻ്റെ ദീനിനെ കുറിച്ചും അതുപോലെ നമ്മിലേക്ക് വന്നെത്തുന്ന റമളാനിന് വേണ്ടി ഒരുങ്ങാനും നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ദൗറയിൽ നമ്മൾ സംസാരിക്കുന്നത്. അതിൽ നാം ഇപ്പോൾ സംസാരിക്കുന്ന ആദ്യത്തെ വിഷയം, ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട പൊതുവായി ഉപയോഗിക്കാവുന്ന ഒരുപാട് ഖായിദകളുണ്ട്. പല സന്ദർഭങ്ങളിലും ബാധകമായിട്ടുള്ള ഖായിദകൾ. അതിൽ ഒരു ഖായിദയാണ് ഇന്നൽ ഹസനാത്ത് തംഹുസ് സയ്യിആത്ത്. നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ് എന്ന ഒരു ഖായിദ ഖുർആനിലെ ആയത്തിൽ ഇതേ ആശയത്തിൽ വന്നിട്ടുണ്ട്. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു ഖൗല് കാണാം, ഇസ്തഈനു അല സയ്യിആത്തിൽ ഖദീമാത്ത് ബിൽ ഹസനാത്തിൽ ഹദീസാത്ത്. നിങ്ങൾ ചെയ്തു പോയ പഴയ പാപങ്ങളെ, അതിനെ മായ്ക്കാൻ വേണ്ടി, അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നിങ്ങൾ എന്തു ചെയ്യണം? പുതിയ നന്മകളെ കൊണ്ട് വേണം രക്ഷ നേടാൻ. വഇന്നകും ലൻ തജിദു ശൈഅൻ അദ്ഹബു ബിസയ്യിഅത്തിൻ ഖദീമത്തിൻ മിൻ ഹസനത്തിൻ ഹദീസത്തിൻ. പഴയ തിന്മകളെ മായ്ച്ചു കളയാൻ നാം പുതുതായി ചെയ്യുന്ന നന്മകളെക്കാൾ മറ്റൊന്നും തന്നെ നിങ്ങൾ കണ്ടെത്തുകയില്ല. വഅന അജിദു തസ്ദീഖ ദാലിക ഫി കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ കിതാബിൽ അതിനെ സത്യപ്പെടുത്തുന്ന ആയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഖുർആനിലുള്ള ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത് എന്ന ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയുണ്ടായി. അപ്പൊ സഹോദരങ്ങളെ, നാം എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരായ നിലയ്ക്ക് തന്നെ നമുക്കെല്ലാവർക്കും നമ്മൾ എത്രത്തോളം ദുർബലരാണ് എന്നുള്ള ബോധവും ഉണ്ടാകും. എത്രത്തോളം നമ്മൾ ദുർബലരാണ് എന്നത്. കാരണം മനുഷ്യനെ പറ്റി പറയുന്നിടത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖത്താഊൻ എന്നാണ്. അറബി ഭാഷയിൽ സീഖത്തുൽ മുബാലഗ എന്ന് പറയും അതിന്. തിന്മ കുറച്ച് ചെയ്യുന്നവൻ എന്നല്ല അതിന്റെ അർത്ഥം. ഒന്നെങ്കിൽ ധാരാളം തിന്മ ചെയ്യുന്നവൻ, അല്ലെങ്കിൽ വലിയ തിന്മകൾ ചെയ്യുന്നവൻ, അബദ്ധങ്ങൾ സംഭവിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ആ പദം വന്നിട്ടുള്ളത്. മനുഷ്യന് തെറ്റുകൾ സംഭവിക്കും. മനുഷ്യനാണെങ്കിൽ തെറ്റുകൾ സംഭവിക്കും. അതിലേറ്റവും ഉത്തമർ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവരുമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അറിവിനനുസരിച്ചിട്ടാണ് തിന്മകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തിന്മകളെക്കാൾ അധികമായിരിക്കും നാം അറിയാതെ ചെയ്യുന്ന തിന്മകൾ. ആ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തിന്മകളിൽ തന്നെ നമുക്ക് ഓർമ്മയുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും നമ്മൾ മറന്നുപോയിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മളെ തിന്മകളെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയാൽ എത്രയോ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ എഴുത്തിൽ അതെല്ലാം രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ തിന്മകളെ എങ്ങനെയാണ് നാം മായ്ക്കുക? എങ്ങനെയാണ് അതിൽ നിന്ന് നാം രക്ഷ നേടുക? അതിനു മുമ്പ് പാപങ്ങളെ ഉലമാക്കൾ രണ്ട് രീതിയിലായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. കബായിറും സഗായിറും, വലിയ പാപങ്ങളും ചെറിയ പാപങ്ങളും. ഖുർആനിൽ തന്നെ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് തരത്തിലായിട്ട് പാപങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൻ നിസായിലെ 31ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു
നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമ. നിങ്ങൾ വലിയ തിന്മകൾ, വലിയ പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളിൽ സംഭവിക്കുന്ന അതല്ലാതെയുള്ള ചെറിയ തെറ്റുകൾ, തിന്മകൾ, അത് അല്ലാഹു തആല പുറത്തു തരുന്നതാണ് എന്നായിട്ട്. അതുപോലെ സൂറത്തുൽ നജ്മിലെ 32-ാമത്തെ ആയത്തിൽ അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മ വൽ ഫവാഹിഷ ഇല്ലൽ ലമം, വൻപാപങ്ങൾ അത് ഒഴിവാക്കുന്നവർ, വളരെ ചെറിയ പാപങ്ങൾ സംഭവിച്ചു പോകുന്നവർ, അവർക്ക് അതുപോലെ തന്നെ പുറത്തു കൊടുക്കുന്നതാണ് എന്ന് കാണാം. അപ്പൊ തിന്മകളെ, പാപങ്ങളെ രണ്ട് രീതിയിലായിക്കൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും സഹാബത്തിന്റെയും താബീങ്ങളുടെയും ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി വേർതിരിച്ചത് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഈ രണ്ടെണ്ണത്തെ വേർതിരിച്ചിട്ടുള്ളത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വൻപാപങ്ങളെയും ചെറിയ പാപങ്ങളെയും വേർതിരിക്കുക? അതിന് പണ്ഡിതന്മാർ ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അള്ളാഹുവിന്റെ ശാപം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപം അല്ലെങ്കിൽ അള്ളാഹു ശിക്ഷ, പരലോകത്ത് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വൻപാപമാണ്. എന്നാൽ അത് പ്രത്യേകം എടുത്തു പറയാത്തവ ചെറിയ പാപങ്ങളാണ്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ദുനിയാവിൽ ഹദ്ദ് നടപ്പിലാക്കുന്ന തിന്മകളുണ്ട്, അഥവാ ഇസ്ലാമിക ഭരണകൂടത്തിൽ ശിക്ഷ നടപ്പിലാക്കുന്നവ, അതുപോലെ തന്നെ പരലോകത്ത് ശിക്ഷ അറിയിച്ചിട്ടുള്ളവ, അത് വൻപാപങ്ങളാണ്. എന്നാൽ ദുനിയാവിൽ ഹദ്ദ് നിയമമാക്കാത്ത തിന്മകൾ അത് ചെറിയ പാപങ്ങളാണെന്ന് കാണാം. അങ്ങനെ പല രീതിയിൽ അതിനെപ്പറ്റി വിശദീകരിച്ചത് കാണാൻ സാധിക്കും. വൻപാപങ്ങളും ചെറിയ പാപങ്ങളുമായിട്ട് വേർതിരിച്ചത് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കിതാബുകൾ തന്നെ രചിച്ചിട്ടുണ്ട്. കബായിറുകൾ 70 400 അങ്ങനെ പല രീതിയിൽ എണ്ണിത്തിട്ടപ്പെടുത്തിയ കിതാബുകൾ തന്നെ ഇമാം ദഹബി, അതുപോലെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല പോലെയുള്ളവർ ക്രോഡീകരിച്ച കിതാബുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ വിഷയം, ഈ രണ്ടെണ്ണവും, വൻപാപങ്ങളാവട്ടെ ചെറിയ പാപങ്ങളാവട്ടെ, ഈ രണ്ടും നന്മകൾ കൊണ്ട് മായ്ക്കപ്പെടും. പക്ഷേ വൻപാപം സംഭവിച്ചു പോയാൽ അതിന് മായ്ക്കപ്പെടുന്ന നന്മ എന്ന് പറഞ്ഞാൽ തൗബയാണ്. വൻപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ അത് പുറത്തു കിട്ടാനുള്ള നന്മ എന്ന് പറഞ്ഞാൽ തൗബയാണ്. അതിനൊരാൾ ഷിർക്കിലാവട്ടെ, ബിദ്അത്തിലാവട്ടെ, കുഫറിലാവട്ടെ, അതിൽ നിന്നെല്ലാം ഒരുവൻ എന്തു ചെയ്യാം? പുറത്തേക്ക് വരാം. അഥവാ ആ പാപങ്ങൾ മായ്ച്ചു കളയാൻ സാധിക്കും തൗബ, നസൂഹായ തൗബ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞതുപോലെ والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون. പാപങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയ 3 പാപങ്ങളാണ്: 1 ശിർക്ക്, 2 കൊലപാതകം, 3 വ്യഭിചാരം. അത് ചെയ്യാത്തവരാണ് ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ. അത് ചെയ്തവർ അതിന്റെ ശിക്ഷ കണ്ടെത്തുന്നതാണ്. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ. അവർ അതിന് ശിക്ഷ ഇരട്ടിയായി അനുഭവിക്കുന്നതാണ്. വയഖ്ലുദു ഫീഹി മുഹാന. നിന്ദിരായിക്കൊണ്ട് അവിടെ സ്ഥിരതാമസക്കാരാകുന്നതാണ്. എന്നിട്ട് പറഞ്ഞു ഇല്ലാ മൻ താബ. തൗബ ചെയ്തവരൊഴികെ. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ. തൗബ ചെയ്യുകയും അല്ലാഹുവിലുള്ള വിശ്വാസം ശരിയാക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തവരുമൊഴികെ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരുടെ തിന്മകൾ മായ്ച്ച് അല്ലാഹു നന്മയാക്കി കൊടുക്കും. അഥവാ അവർക്ക് ഭാവിയിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ വരും കാലങ്ങളിൽ നൽകും എന്ന് ഈ ആയത്തിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വൻപാപങ്ങൾ മായ്ച്ചു കളയുന്ന നന്മ എന്ന് പറഞ്ഞാൽ അത് തൗബയാണ്. തൗബ എന്ന് പറഞ്ഞാൽ തിന്മ അവസാനിപ്പിച്ച് അതിയായ ഖേദത്തോടുകൂടി, ഖേദമാണ് തൗബ. തൗബ എന്ന് പറഞ്ഞാൽ അവന് ഖേദം ഉണ്ടാവണം, അവന് ആ തെറ്റിനെ കുറിച്ചിട്ടുള്ള വിഷമം ഉണ്ടാവണം. ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിനാണ് തൗബ എന്ന് പറയുക. തൊബ്രാനിയും മറ്റും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ആ ഹദീസിൽ കാണാം, ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അറഅയ്ത റജുലൻ അമില ദുനൂബ കുല്ലഹാ. റസൂലേ, ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അയാൾ എല്ലാ തിന്മകളും ചെയ്തിട്ടുണ്ട്,
അയാൾ എല്ലാ തിന്മകളും ചെയ്തിട്ടുണ്ട്. ഫലം യത്രുക് മിൻഹാ ശൈഅൻ, ഒന്നുപോലും അയാൾ വിട്ടുകളഞ്ഞിട്ടില്ല. തിന്മകളെല്ലാം അയാൾ ചെയ്തിട്ടുണ്ട്. വഹുവ ഫീ ദാലിക ലം യത്രുക് ഹാജതൻ വലാ ദാജതൻ ഇല്ലാ അതാഹ, അവനവന്റെ ഇച്ഛകൾക്കനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാം അവന് എല്ലാ തോന്നിവാസങ്ങളിലും മുഴുകിയിട്ടുണ്ട്. ഫഹൽ ലഹു മിൻ തൗബ, അവന് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു. ഇയാള് പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ വൃദ്ധനായിട്ടുള്ള വ്യക്തിയാണ് ഒന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിയെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ഈ വ്യക്തിയോട് ചോദിച്ചു, ഫഹൽ അസ്ലംത, നീ മുസ്ലിം ആയിട്ടുണ്ടോ ചോദിച്ചു. ഇയാളെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ചിലപ്പോ അത്ര കാലം മുഷ്രിക്കോ കാഫിറായിട്ട് ജീവിച്ച ആളാം. അപ്പൊ റസൂൽ തിരിച്ചു ചോദിച്ചു, ഫഹൽ അസ്ലംത, നീ മുസ്ലിം ആയോ എന്ന് ചോദിച്ചു. قال, അപ്പൊ ആ വ്യക്തി പറഞ്ഞു, അമ്മാ അന ഫഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്നക റസൂലുള്ളാഹ്, ഷഹാദത്ത് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹിലും മുഹമ്മദ് റസൂലുള്ളാഹിലും ഷഹാദത്ത് പറഞ്ഞു. അപ്പൊ വീണ്ടും ചോദിച്ചു, ഖാല വഗദറാതി അഫൻ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം തഫ്അലുൽ ഖൈറാത്ത്, നീ നന്മകൾ ചെയ്യുക, വതത്റുകുസ് സയ്യിആത്ത്, തിന്മകൾ ഒഴിവാക്കുക, ഫയജ്അലുഹുന്ന അല്ലാഹു ലക ഖൈറാത്തിൻ കുല്ലഹുൻ, നിനക്ക് അല്ലാഹു തആല അതെല്ലാം നീ ഇത്ര കാലത്തെ നിന്റെ എല്ലാം നന്മകളാക്കി മാറ്റി നന്മകളാക്കി ആക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ വ്യക്തി അത്ഭുതത്തോടു കൂടി ചോദിച്ചു, വഗദറാതി വഫജറാതി, ഞാൻ ചെയ്ത എല്ലാ തെമ്മാടിത്തരങ്ങളും എല്ലാ മ്ലേച്ഛതകളും അള്ളാഹു പുറത്തു തരുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അള്ളാഹു പുറത്തു തരുന്നതാണ്. അയാൾ പറഞ്ഞു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അയാൾ തിരിഞ്ഞു പോകുന്നിടത്തോളം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പിന്തിരിഞ്ഞു പോയി. അപ്പോ തിന്മകൾ വൻപാപങ്ങളാണെങ്കിലും അത് പുറത്തു കിട്ടാൻ ഒരവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഈ വൻപാപങ്ങളിൽ നിന്ന് മായ്ക്കപ്പെടാനുള്ളത് അത് തൗബയാണ്. എന്നാൽ ചെറിയ തിന്മകൾ എന്ന് പറയുന്ന സഗായിറുകൾ അധികവും ചിലപ്പോൾ നമുക്ക് അറിയാനുണ്ടാവില്ല. ഇത് തെറ്റാണെന്ന് അറിയാതെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടും ചില ആളുകൾക്ക് ചില തിന്മകളോട് താല്പര്യം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ പരിശ്രമിക്കുന്നുണ്ടാകും, പക്ഷേ സാധിക്കാതെ വരുന്ന അവസ്ഥയുണ്ട്. അള്ളാഹു വളരെ വലിയ തൗഫീഖ് നൽകിയാൽ മാത്രമാണ് ഒരു തിന്മയിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു നന്മ വരുത്താനോ ഒരു തിന്മ തടയാനോ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയവരൊഴികെ ചില ആളുകൾ ചില തിന്മകളിൽ ഇടയ്ക്കിടക്ക് അത് സംഭവിക്കും. ചില തിന്മകളിൽ അവരറിയാതെ തന്നെ തുടർന്നു പോകും. അവരാഗ്രഹിക്കുന്നുണ്ടാവും അത് ഒഴിവാക്കണം, അത് അവസാനിപ്പിക്കണമെന്നല്ല. അങ്ങനെയുള്ള ആളുകൾ, തിന്മകൾ സംഭവിക്കുന്ന ആളുകൾ, നമ്മൾ പലരും അങ്ങനെയായിരിക്കും. നമ്മൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നമുക്കാണ് അറിയുക. പലരും അങ്ങനെയായിരിക്കും. ആ തിന്മകൾ മായ്ക്കാൻ ഒരിക്കലും നമുക്ക് എന്ത് സംഭവിക്കരുത്? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ സംഭവിക്കരുത്. തിന്മകളെ കൊണ്ട് പിശാച് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിലുള്ള കാരുണ്യത്തിൽ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിൽ നമുക്ക് നിരാശയുണ്ടാവുക എന്നതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിശാച് അവിടെ സന്തോഷിക്കും, പിശാച് അവിടെ വിജയിച്ചു. അതല്ല, ഒരടിമ തിന്മ ചെയ്യുകയാണ്, അവൻ പശ്ചാത്തപിക്കുകയാണ്, അവൻ കുറെ തിന്മ ചെയ്തു എന്നിട്ടും പശ്ചാത്തപിച്ചു, ഇസ്തിഗ്ഫാർ നടത്തി, അത് എത്ര തുടർന്നാലും ആ ഇസ്തിഗ്ഫാർ ചെയ്യുന്നിടത്തോളം കാലം അവൻ ഖൈറിലാണ്. ഇസ്തിഗ്ഫാർ ചെയ്യാൻ അവന് സാധിക്കുന്നിടത്തോളം കാലം. പക്ഷെ തിന്മ വർദ്ധിച്ചാൽ അതിനോട് മടുപ്പ് തോന്നും. അതാണ് അതിന്റെ ഏറ്റവും വലിയ അപകടം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ തിന്മകൾ അല്ലെങ്കിൽ നാം അറിയാതെ സംഭവിക്കുന്ന ഒരുപാട് അബദ്ധങ്ങൾ, അത് പുറത്തു കിട്ടാൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഖായിദയുടെ പ്രധാന അർത്ഥം. ഇന്നൽ ഹസനാത്ത് തംഹു സയ്യിആത്ത്, അല്ലെങ്കിൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഖായിദ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഈ തിന്മകളെ ഒഴിവാക്കേണ്ടത്? രണ്ട് രീതിയിലാണത്. ഒന്നാമത്തേത് ഇദ്ഹാബു വുഖൂഇഹാ, ആ തിന്മ സംഭവിക്കുന്നതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആ തിന്മയിൽ നമ്മൾ ചെന്ന് വീഴുന്നതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അത് സംഭവിക്കാതിരിക്കുക, അതിനോട് നമ്മുടെ നഫ്സിനുള്ള ഇഷ്ടത്തെ ഇല്ലാതാക്കുക, അതിനോട് വെറുപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് അള്ളാഹു നൽകുന്ന മഹത്തായ തൗഫീഖാണ്. ഇവിടെ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മുടെ ചുറ്റും പല ആളുകളും പല തിന്മയിലും അകപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുന്നുണ്ടാവും.
അപ്പോഴൊക്കെ നമുക്ക് തോന്നിപ്പോകരുത് ഞാൻ നല്ലതായതുകൊണ്ടാണ് എനിക്കിതൊന്നും പറ്റാത്തത്, അല്ലെങ്കിൽ ഇതിലൊന്നും ഞാൻ പോയി വീഴാത്തത് എന്ന നിലക്ക്. അള്ളാഹുവിന്റെ വലിയ സംരക്ഷണം കൊണ്ടാണത്. അള്ളാഹു നമ്മെ സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പൊ ആ തിന്മയിൽ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ നന്മ കൊണ്ട് തിന്മയെ മായ്ക്കുന്നതിൽ ഒന്നാമത്തെ ഘട്ടം. അതിൽ പോയി വീഴാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. അള്ളാഹുവാണ് നിങ്ങൾക്ക് ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കി തരുന്നത്. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഖൽബിൽ അതൊരു അലങ്കാരമായി തോന്നിപ്പിക്കുന്നത്. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫറിനോടും അതുപോലെ അനുസരണക്കേടിനോടും തെമ്മാടിത്തരങ്ങളോടും നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി തരുന്നത് ആരാണ്? അള്ളാഹുവാണ്. അത് അള്ളാഹുവിന്റെ ഫദ്ലും നിഅമത്തുമാണ്. അത് വേറൊരാൾക്കും സാധിക്കില്ല. അപ്പൊ തിന്മകളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖായി നമ്മൾ മനസ്സിലാക്കുകയും ആ ഒരവസ്ഥയിൽ നിലനിൽക്കാൻ അള്ളാഹുവിനോട് അതിയായ സഹായം തേടുകയും വേണം. രണ്ടാമത്തെ കാര്യമാണ്, തിന്മകൾ സംഭവിച്ചു പോയാൽ അതിനെ മായ്ക്കാൻ നന്മകൾ വർദ്ധിപ്പിക്കുക എന്നത്. അതിനെ ഒഴിവാക്കാൻ വേണ്ടി നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതാണ് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒരു സംഭവം ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ആലജ്തു ഇംറഅതൻ ഫീ അഖ്സൽ മദീന, ഞാൻ മദീനയുടെ ഒരു താഴ്വരയിൽ അല്ലെങ്കിൽ ഒരു വിദൂര പ്രദേശത്ത് വെച്ച് ഒരു സ്ത്രീയുമായി ചുംബിക്കുകയും ആലിംഗനം ചെയ്യുകയും എല്ലാം ചെയ്തു. അന്യസ്ത്രീയാണ്, അങ്ങനെ ചെയ്തു. വഇന്നി അസബ്തു മിൻഹാ മാ ദൂന അൻ അമസ്സഹാ, ഞാൻ അവളെ സ്പർശിക്കുകയും മറ്റും ചെയ്തതല്ലാതെ സിന, വ്യഭിചാരം, അതിന്റെ പൂർണ്ണതയിൽ സംഭവിച്ചിട്ടില്ല. ഞാൻ അവളെ സ്പർശിച്ചു, അതുപോലത്തെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. ഫഅന ഹാദാ, റസൂലേ, ഞാനിതാ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഫഖ്ലി ഫിയ മാ ശിഅത, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്റെ മേലെ നിങ്ങൾ വിധിക്കണം. നമുക്കറിയാം, അന്ന് മദീനയിലെ ഭരണാധികാരിയും ഖാദിയും അല്ല ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മേലെ എന്താണ് ശിക്ഷ വെച്ചാൽ വിധിക്കണമെന്ന് പറഞ്ഞു. ഫഖാല ലഹു ഉമർ, അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ വ്യക്തിയോട് പറഞ്ഞു, ലഖദ് സതറകല്ലാഹു ലൗ സതർത നഫ്സക, അല്ലാഹ് അത് മറച്ചു വെച്ചതല്ലേ, നിന്റെ കാര്യം നിനക്കത് മറച്ചു വെച്ചാൽ പോരെ, എന്തിനാ ഇത് വന്ന് ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ പറയാൻ നിന്നത്, നിനക്കത് മറച്ചു വെച്ചാൽ പോരെ എന്ന് ചോദിച്ചു. ഖാല, എന്നിട്ട് പറയാണ്, ഫലം യറുദ്ദ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിയോട് ഒരു മറുപടിയും പറയുന്നില്ല. ആ വ്യക്തി വന്നു, സഹാബി വന്ന് പറഞ്ഞു, ഒരു മറുപടിയും പറയുന്നില്ല. ഫഖാമ അർറജുലു ഫൻതലഖ, ആ വ്യക്തി റസൂലുള്ളാഹിന്റെ പറഞ്ഞു, റസൂൽ ഒരു മറുപടിയും പറയുന്നില്ല. കുറെ നേരം ഇരുന്നു. പിന്നെ ആ വ്യക്തി എഴുന്നേറ്റു, എന്നിട്ട് പിരിഞ്ഞു പോവാണ്. ഫഅത്ബഅഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ ദഅാഹു, അങ്ങനെ ആ വ്യക്തി കുറച്ചങ്ങോട്ട് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ആൾ പറഞ്ഞയച്ചു, പിന്നാലെ അവനെ വിളിക്കാൻ പറഞ്ഞു. വതലാ അലൈഹി ഹാദിഹിൽ ആയ, എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്തു. അഖിമിസ് സ്വലാത ത്വറഫൈൻ നഹാറ വസുലഫൻ മിനൽ ലൈൽ, നീ രാവിലെയും വൈകുന്നേരങ്ങളും അല്ലെങ്കിൽ ഒരു ദിവസത്തെ നിസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കുക. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്, തീർച്ചയായിട്ടും സൽക്കർമ്മങ്ങൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്, ഒഴിവാക്കുന്നതാണ്. ദാലിക ദിക്റാ ലിദ്ദാകിരീൻ, ചിന്തിക്കുന്നവർക്ക് ഉള്ള ഒരു ഉത്ബോധനമാണിത് എന്ന് പറഞ്ഞു. ആ വ്യക്തി വന്ന് ചോദിച്ച കാര്യത്തിന് ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ്. സൂറത്ത് ഹൂദിലെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. അപ്പോഴാണ് ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അപ്പോൾ ഓതി കൊടുക്കുകയാണ്. ഫഖാല റജുലുൻ മിനൽ ഖൗം, ഇതൊരാള് കണ്ടുകൊണ്ടിരിക്കുന്നു, സഹാബികളുടെ ഇടയിലേ നടക്കുന്നത്. അപ്പൊ സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി ചോദിച്ചു റസൂലുള്ളാഹിനോട്, യാ നബിയല്ലാഹ് ഹാദാ ലഹു ഖാസ, റസൂലെ, ഇത് ഇവന് മാത്രമുള്ള വിധിയാണോ? ഇവൻ ചെയ്ത ഈ തിന്മക്ക് ഇവന്റെ മേലെ മാത്രമുള്ള വിധിയാണോ? ഈ നിസ്കാരം നിലനിർത്തിയാൽ മതി, സൽക്കർമ്മങ്ങൾ ചെയ്താൽ മതി എന്നുള്ളത്? ചില റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ ഒപ്പം ഫജ്റിനുണ്ടായിരുന്നോ?
നിസ്കരിക്കാനുണ്ടായിരുന്നോ, ജമാഅത്തിലുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് അവന് മാത്രമുള്ളതാണോ ചോദിച്ചു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ലിന്നാസി കാഫ, അല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അഥവാ മുസ്ലിമീങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു നിയമമാണത്. ദീനിൽ ഹദ്ദോ കഫാറത്തോ പഠിപ്പിക്കാത്ത ചില തിന്മകളുണ്ട്. ഇതിപ്പോ ഈ വ്യക്തി ആ സ്ത്രീയുമായി വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, വിവാഹിതനാണെങ്കിൽ എന്തു ചെയ്യണം? എറിഞ്ഞു കൊല്ലണം. വിവാഹിതനല്ല എങ്കിൽ ചാട്ടവാറടി അടച്ച് നാട് കടത്തണം. ഇങ്ങനെ ശിക്ഷയുണ്ട്. എന്നാൽ ഇത് വ്യഭിചാരം നടന്നിട്ടില്ല, ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ഇതിന് ദീനിൽ ഹദ്ദോ കഫാറത്തോ പഠിപ്പിച്ചിട്ടില്ല. ഒരു ശിക്ഷയോ അല്ലെങ്കിൽ അതിന് പകരം അടിമയെ മോചിപ്പിക്കാനോ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നോ പഠിപ്പിച്ചിട്ടില്ല. അവൻ സ്വന്തമായി എന്ത് ചെയ്യാൻ വേണ്ടത്? തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരു തിന്മയാണിത്. അപ്പോ ഇതുപോലെയുള്ള തിന്മകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അധികവും സംഭവിക്കുന്ന കാര്യങ്ങൾ. ഗീബത്ത്, നമീമത്ത്, അല്ലെങ്കിൽ അതുപോലെ മറ്റു പല കാര്യങ്ങൾ, അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള തിന്മകളെല്ലാം നമ്മൾ സംഭവിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഒരു സംഭവത്തിൽ ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഈ സഹാബി ഒരിക്കലും തഖ്വയുള്ളവനല്ല എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തഖ്വയുള്ളവൻ എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞതുപോലെ തഖ്വയുള്ളവൻ ഒരിക്കലും തിന്മ സംഭവിക്കാത്ത ഒരാളെന്നല്ല തഖ്വയുള്ളവൻ എന്നതിന്റെ തഅരീഫായിട്ട് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. തിന്മയിൽ സംഭവിച്ചാലും തിന്മയിൽ അകപ്പെട്ടാലും അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവനാണ് തഖ്വയുള്ളവൻ എന്ന് പറയുന്നത്. തഖ്വയുള്ളവർക്കും അബദ്ധങ്ങൾ പറ്റാം. ചില സമയത്ത് ശഹവത്തിന്റെ ഗലബത്ത് ഉണ്ടാകുമ്പോൾ, ശഹവത്ത് അധികരിക്കുമ്പോൾ തിന്മ സംഭവിക്കാം. ഒരാണും പെണ്ണും ഒരുമിച്ചായപ്പോൾ ഈ സഹാബിക്ക് സംഭവിച്ചു. പിന്നീട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരുന്നു. അപ്പോൾ താൻ ചെയ്ത തെറ്റിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങണമെന്ന് സ്വയം തയ്യാറായി വരികയാണ്. അവിടെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ സംസാരം. ഉമർ റളിയല്ലാഹു പറഞ്ഞത് എന്താണ്? ലഖദ് സതറകല്ലാഹ് ലൗ സതർത നഫ്സക. ഇത് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും സഹോദരങ്ങളെ തിന്മകൾ മറ്റുള്ളവരോട് പറയരുത്. അത്രയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാതെ വരികയാണ്. ആരുടെയെങ്കിലും ഉപദേശം നമുക്ക് വേണം, ഇൽമുള്ള ആളുകളുടെ എന്തെങ്കിലും നസീഹത്ത് വേണം എന്ന അവസ്ഥയിലാണ് നമ്മൾ അങ്ങനെയുള്ള ആളുകളോട് മാത്രമായി പറയേണ്ടത്. അല്ലാതെ നാം ചെയ്തു പോകുന്ന തിന്മകൾ ഞാൻ ഇന്നത് ചെയ്തു എന്ന് നമ്മൾ വെളിവാക്കരുത്. കാരണം അള്ളാഹുവിന്റെ നാമമാണ് സിത്തീർ എന്നുള്ളത്. അള്ളാഹു അത് ഇഷ്ടപ്പെടുന്ന, നമ്മുടെ തിന്മകളാവട്ടെ മറ്റുള്ളവരുടെ ന്യൂനതകളാവട്ടെ, അത് നമ്മൾ മറച്ചു വെക്കണം. രണ്ടു തരത്തിലാണ് തിന്മകൾ പറയുന്ന ആളുകൾ ഉണ്ടാവുക. ചിലവര് മുജാഹറത്തായിരിക്കും, ഞാൻ ഇന്ന തിന്മകൾ ചെയ്തു എന്ന ആളുകൾ അറിയാൻ വേണ്ടി പറയുന്നുണ്ടാവും. അവര് നാളെ വളരെ ഒരു പാപമോചനവും ലഭിക്കാത്ത ആളുകളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ. മുജാഹറത്ത്, തിന്മകൾ പൊതുവായി പറയുന്ന ആളുകൾ. രണ്ടാമത്തെ ആളുകൾ സാധുക്കളായ ആളുകളായിരിക്കും. അവർക്ക് അറിയുണ്ടാവില്ല, പക്ഷെ ഒരു തിന്മകൾ ചെയ്തു, ഞാൻ ഇന്നലെ ഇങ്ങനെ ചെയ്തു എന്ന് കൂട്ടുകാരോടും എല്ലാവരോടും പറയും. പക്ഷെ അങ്ങനെയല്ല. തിന്മകൾ നമ്മളും അള്ളാഹുവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ മറച്ചു വെക്കുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് എടുത്തു പറയുകയുമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഉമർ റളിയല്ലാഹുവിന് ഫിഖ് ഉണ്ട്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞത്, അള്ളാഹ് മറച്ചു വെച്ചൊരു കാര്യം എന്തിനാ വെറുതെ ഇവിടെ വന്ന് പറഞ്ഞത്, എന്തിനാണ് ഇത് പറയേണ്ട ആവശ്യം? ഇനി ഇത് ഹദ്ദുള്ള വിഷയമാണെങ്കിലും, ഒരാള് വിവാഹിതനായിട്ട് വ്യഭിചരിച്ചു എന്ന് വെക്കുക, അങ്ങനെയാണെങ്കിലും ആ വ്യക്തി വന്ന് അത് അറിയിക്കണം എന്ന് ദീനിൽ എന്തില്ല, നിയമല്ല. അപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്തു, അതുകൊണ്ട് ആ തെറ്റ് ചെയ്തുകൊണ്ട് ഖാദിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ മുമ്പിൽ ഞാൻ തന്നെ അത് വിളിച്ചു പറയണമെന്ന് ദീനിൽ തെളിവില്ല. അത് പിടിക്കപ്പെട്ടാലാണ് എന്ത് ഹദ് നടപ്പിലാക്കേണ്ടത്. രഹസ്യമായി പോയ തിന്മകൾ എന്തെല്ലാം ഉണ്ടോ അത് രഹസ്യമായി തന്നെ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് വേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പല ആളുകളും അശ്രദ്ധമായി പോകുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി പറയാതിരിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദീനിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന്, പരസ്പരം അവർ ചെയ്തിട്ടുള്ള ഈ കാര്യത്തിന് അതിന് ഒരു ശിക്ഷ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിക്ഷ നടപ്പിലാക്കുക? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരിക്കുന്നത്. അവിടെയാണ് ഈ ആയത്ത് ഇറങ്ങുന്നതും. അപ്പൊ ഈ ആയത്തിന്റെ നിയമം നാം പറഞ്ഞു, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിനസ് സയ്യിആത്ത്, നന്മകൾ തിന്മകളെ മായ്ക്കും. അവിടെ ആദ്യം പറഞ്ഞത് എന്താണ്? നിസ്കാരത്തെ പറ്റിയാണ്. 5 നേരത്തെ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുക, കൃത്യമായി നിർവഹിക്കുക, നന്മകൾ തിന്മകളെ മായ്ക്കുന്നതാണ്. നിസ്കാരം സഹോദരങ്ങളെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളിൽ ഒരു കാര്യമാണ് നമ്മുടെ തിന്മകൾ മായ്ക്കുന്നത്. നമുക്കൊരു ദിവസം സംഭവിക്കുന്ന തിന്മകൾ, അതിൽ നിന്നെല്ലാം നമുക്ക്
അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് മടങ്ങാനുള്ള അവസരമാണ് നിസ്കാരം. ഒരിക്കലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് വീഴ്ച വരരുത്. മറ്റൊരു സംഭവം, താബിഈയായ അബൂ ഉസ്മാൻ അൻ-നഹ്ദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, കുൻതു മഅ സൽമാൻ അൽ-ഫാരിസി റളിയല്ലാഹു അൻഹു തഹ്ത ഷജറത്തിൻ. ഞാൻ ഒരു ദിവസം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആയിരുന്നു ഒരു വൃക്ഷത്തിന്റെ ചോട്ടിൽ. فأخذ منها غصنا يابسا فهزه حتى تحات ورقه. അപ്പൊ സൽമാൻ അൽ ഫാരിസി എന്ത് ചെയ്തു? അതിൽ കുറച്ചൊരു ഉണങ്ങിയ ഒരു കൊമ്പുണ്ട്, ഇലകളെല്ലാം ഉണങ്ങിയിട്ടുള്ള, അത് പിടിച്ച് കുലുക്കാൻ തുടങ്ങി. അങ്ങനെ കുലുക്കിയിട്ട് അതിലുള്ള ഇലകളെല്ലാം പൊഴിഞ്ഞു വീണു. തുമ്മക്കാല, എന്നിട്ട് സൽമാൻ അൽ ഫാരിസി ഉസ്മാൻ നഹ്ദിനോട് ചോദിച്ചു, അബൂ ഉസ്മാനോട് ചോദിച്ചു, യാ അബൂ ഉസ്മാൻ അലാ തസ്അലനി ലിമാ അഫ്അലു ഹാദാ, നീ ചോദിക്കുന്നില്ലേ എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന്? ഞാൻ എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നില്ലേ? ഫഖുൽതു വലിമ തഫ്അലു, അപ്പൊ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഫഖാല, അപ്പോ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാകദാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. എന്നിട്ട് പറയാണ്, വഅന മഅഹു തഹ്ത ഷജറത്തിൻ, ഞാനൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു മരത്തിന്റെ ചോട്ടിലായിരുന്നു. ഫഅഖദ മിൻഹാ ഗുസ്നൻ യാബിസൻ ഫഹസ്സഹു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ ഉണങ്ങിയ ഒരു കൊമ്പെടുത്തിട്ട് അത് പിടിച്ചു കുലുക്കി. ഹത്താ തഹാത്ത വറഖുഹു, അതിലെ ഇലകൾ വീഴുന്നത് വരെ. എന്നിട്ട് പറഞ്ഞു, യാ സൽമാൻ അലാ തസ്അലുനി ലിമാ അഫ്അലു ഹാദാ, ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നില്ലേ? സൽമാൻ ഫാരിസി ചോദിച്ചു, എന്താ ചെയ്യാനുള്ള കാരണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുസ്ലിമ, ഒരു മുസ്ലിം, ഇദാ തവദ്ദഅ, വുദു എടുക്കുകയും, ഫഅഹ്സനൽ വുദൂഅ, ആ വുദു നല്ല രീതിയിൽ എടുക്കുകയും, ثم صلى صلوات الخمس, പിന്നെ 5 വഖ്ത് നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ, തഹാത്തത് ഖതായാഹു കമാ യതഹാതു ഹാദൽ വറഖ്, ഈ ഇല പൊഴിഞ്ഞതുപോലെ അവന്റെ തിന്മകൾ അവനിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നതാണ്. ثم قرأ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് പാരായണം ചെയ്തു, വഖിമിസ് സ്വലാത ത്വറഫൈൻ നഹാർ വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത് യുദ്ഹിബന സയ്യിആത്, ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മുടെ തിന്മകളെ മായ്ക്കാൻ, അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളെ മായ്ക്കാൻ ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നിസ്കാരം തന്നെയാണ്. 5 വഖ്ത് നിസ്കാരം കൃത്യമായി ജമാഅത്തായി തന്നെ നമുക്ക് ലഭിക്കണം. അത് തിന്മകൾ ഏറ്റു പറഞ്ഞുകൊണ്ട്, ചില ഹദീസിൽ വന്നതുപോലെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവന്റെ പിരടിയിലും തോളിലുമായിട്ട് അവൻ ചെയ്ത തിന്മകൾ അവിടെ ഉണ്ടാകും. റുക്ഊ ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും അത് പൊഴിഞ്ഞു വീണുകൊണ്ടേ ഇരിക്കും. അപ്പൊ ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗൗരവത്തിൽ ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. പല ആളുകളും അവര് ദീനിന്റെ അടയാളങ്ങളോടുകൂടി ജീവിക്കുന്നവരായിരിക്കും, ആളുകളുടെ മുമ്പിൽ ആ രീതിയിൽ ജീവിക്കുന്ന ആളായിരിക്കും. പക്ഷെ നിസ്കാരത്തിൽ വലിയ വീഴ്ച, അവര് അറിയാതെ ഗഫ്ലത്തിലായി പോകുന്നതാണ്. കച്ചവടത്തിന്റെ തിരക്കാകാം, മറ്റുള്ള കാര്യങ്ങളാകാം. അതുപോലെ തന്നെ ഫജ്ർ നഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇശാ നഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളം കാണാം. നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന, അള്ളാഹുവിനോടുള്ള കരാർ പുതുക്കി പറയാനുള്ള അവസരമാണ് നമ്മുടെ 5 വഖ്ത് നിസ്കാരം. അപ്പൊ നമ്മുടെ ഇടയിലുള്ള തിന്മകളെ പുറത്തു കിട്ടാൻ, നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാവുകൊണ്ടും കൈകൾ കൊണ്ടും എല്ലാം ചെയ്തു പോകുന്ന തിന്മകൾ മായ്ച്ചു കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. മറ്റൊരു സംഭവം നിസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെ മനസ്സിലാക്കുന്ന ഒരു സംഭവം, ഹാരിസ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായിരുന്ന ഹാരിസ് ഉദ്ധരിക്കുകയാണ്, ജലസ ഉസ്മാൻ റളിയല്ലാഹു അൻഹു യൗമൻ വജലസ്നാ മഅഹു ഫജാഅഹു അൽ മുഅദ്ദിനു ഫദഅ ബിമാഇൻ ഫീ ഇനാഇൻ ഫതവദ്ദഅ. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ വുദു എടുക്കാനുള്ള വെള്ളവുമായിട്ട് അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവദ്ദഉ വുദൂഇ ഹാദാ, ഞാനിപ്പോ ഈ വുദു എടുത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, മൻ തവദ്ദഅ വുദൂഇ, ഞാൻ ഈ വുദു എടുത്തതുപോലെ ഒരാൾ വുദു എടുക്കുകയും, സുമ്മ ഖാമ ഫസല്ല സ്വലാത്ത ദുഹർ, എന്നിട്ട് അവൻ ദുഹർ നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ, ഗുഫിറ ലഹു മാ കാന ബൈനഹാ വബൈന സുബ്ഹ്, സുബ്ഹിന്റെയും ദുഹറിന്റെയും ഇടയിൽ അവന് സംഭവിച്ചിട്ടുള്ള തിന്മകൾ അത്
മായ്ക്കപ്പെടുന്നതാണ്, പൊറുക്കപ്പെടുന്നതാണ്. ثم صلى العصر, പിന്നെ അവൻ അസ്ർ നിസ്കരിക്കുമ്പോൾ غفر له ما بينها وبين صلاة الظهر, അവന്റെ ദുഹറിന്റെയും അസറിന്റെയും ഇടയിലുള്ളത് പൊറുക്കപ്പെടും. ثم صلى المغرب غفر له ما بينها وبين صلاة العصر, അവന്റെ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ളത് പൊറുക്കപ്പെടും. ثم صلى العشاء غفر له ما بينها وبين صلاة المغرب, ഇശാ നിസ്കരിക്കുമ്പോൾ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ. ثم لعله ان يبيت يتمرغ, അങ്ങനെ രാത്രി അത് പിന്നെ തുടർന്നിരിക്കും. ليلته ثم ان قام فتوضا وصلى الصبح غفر له ما بينه وبين صلاة العشاء وهن الحسنات يذهبن السيئات, ഇശാ കഴിഞ്ഞിട്ട് ഫജ്ർ നിസ്കരിച്ചാൽ അതിന്റെ ഇടയിലുള്ളത് പുറത്തു കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുകയാണ്, വഹുന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്, ഈ ഹസനാത്തുകൾ, ഈ നന്മകൾ, അതാണ് തിന്മകളെ മായ്ച്ചു കളയുന്നത്. നിസ്കാരമാണ് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് സഹാബികൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്നു. അതിൽ ആയത്തിൽ വന്നിട്ടുമുണ്ട്, അത് പ്രത്യേകമായി വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഈ ഹദീസിന്റെ ബാക്കിയിൽ ഈ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹാദിഹി അൽ ഹസനാത്ത്, ഇത് നന്മകളാണ്. ഫമാ അൽ ബാഖിയാതു യാ ഉസ്മാൻ, ബാഖിയാത്തു സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന നന്മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആനിൽ, അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുന്ന, അവ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ കാര്യങ്ങളാണ് ബാഖിയാത്തുസ് സാലിഹാത്ത്, നന്മകളായിട്ടുള്ളത് എന്ന് പഠിപ്പിച്ചു. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ തിന്മകൾക്ക് അതിന് പരിഹാരമായിട്ടുള്ള കാര്യം നമ്മുടെ നിസ്കാരം ഒന്നാമത്തെ പരിഗണന നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഹദീസിൽ പഠിപ്പിച്ചതുപോലെ ദിക്റുകൾ, നമ്മൾ തിന്മയിൽ എത്ര അകപ്പെട്ടു പോയാലും, എത്ര തിന്മ ആവർത്തി ചെയ്താലും, നിസ്കാരത്തിന്റെ കാര്യത്തിലും ഇതുപോലെയുള്ള ദിക്റുടെ കാര്യത്തിലും നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇത് പ്രത്യേകം പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിന്മ ചെയ്താൽ അവന് നിരാശ ഉണ്ടാവും, അവന് വഹ്ശത്ത് അനുഭവിക്കേണ്ടി വരും, അവനൊരു ഒറ്റപ്പെടലും ഏകാന്തതയും അനുഭവിക്കേണ്ടി വരും. അത് നന്മകൾ കൊണ്ട് മായ്ച്ചിട്ടില്ല എങ്കിൽ അവൻ അതിൽ മുഴുകിപ്പോകും, അതിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മിഫ്താഹു ദാരിസ് സഅദയിൽ ഇൽമുള്ളവരുടെ ഫള് പറയുന്നിടത്തൊരു കാര്യം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, തിന്മ സംഭവിച്ചു പോയാൽ ആ തിന്മയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് ഇൽമുള്ളവൻ അറിയുന്നത് പോലെ ഇൽമില്ലാത്തവൻ അറിയില്ല. ഒരു ഇൽമുള്ള ആൾക്ക് ഒരു തിന്മ സംഭവിച്ചു പോയാൽ അതിന്റെ അനന്തരഫലങ്ങൾ എങ്ങനെ ഒഴിവാക്കണം, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ബോധം അവനുണ്ടാവും. എന്നാൽ ഇൽമില്ലാത്ത ഒരുത്തനാണെങ്കിലോ അവൻ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നറിയില്ല, അതെങ്ങനെ മായ്ക്കണം എന്നറിയില്ല, അതിന്റെ അനന്തരഫലത്തിന് എങ്ങനെ ഒഴിവാക്കണം എന്നറിയില്ല, അവൻ അതിൽ അകപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഇൽമിന്റെ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, തിന്മകൾ എത്ര സംഭവിച്ചാലും നമ്മുടെ ഈ നിസ്കാരത്തിലും അതുപോലെയുള്ള ദിക്റുകളിലും അള്ളാഹുവിനോടുള്ള ഇസ്തിഗ്ഫാറിലും ഒരു മടുപ്പും നമുക്ക് വരാൻ പാടില്ല. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് സാധിക്കുകയുള്ളൂ, ആ തിന്മകളെ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് മായ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് രണ്ട് രീതിയിലാണ് മായ്ക്കുക. ഒന്നത് സംഭവിക്കുന്നത് മായ്ക്കണം, സംഭവിച്ചതിന് ശേഷമുള്ളതും മായ്ക്കണം. അപ്പൊ എത്ര തിന്മ ചെയ്യുന്നോ അതിനോട് നമ്മൾ എന്ത് ചെയ്യണം, മത്സരിക്കണം. ശൈത്താൻ നമ്മളെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ച് വീഴ്ത്തുമ്പോൾ ശൈത്താനോട് നമ്മൾ പറയണം, ഞാൻ നിനക്ക് ഇതിന് പകരം വീട്ടും. ഒരു തിന്മ നമ്മളെ കൊണ്ട് പ്രേരിപ്പിച്ച് അതിൽ അബദ്ധം സംഭവിച്ചാൽ അവനോട് നമുക്ക് പറയണം, ഞാൻ ഇതിന് പകരം വീട്ടും. എങ്ങനെ? നന്മ ചെയ്തുകൊണ്ട് പകരം വീട്ടും എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദികും യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ 5 മററാത്ത്, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ ഒരാളുടെ വീടിന്റെ മുമ്പിൽ ഒരു അരുവി ഒഴുകുന്നുണ്ട്, അയാൾ 5 നേരവും ആ അരുവിയിൽ കുളിക്കുന്നുണ്ട്. മറ്റു ചില ഇതേ ഹദീസിന്റെ മറ്റു ചില റിവായത്തുകളിൽ
ഈ ഹദീസിന്റെ മറ്റു ചില റിവായത്തുകളിൽ നമുക്ക് കാണാം, ഒരു വ്യക്തി അവൻ ദൂരെ ഒരു സ്ഥലത്ത് കുറെ അഴുക്കുകളാവുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ അവൻ അവന്റെ വീട്ടിലേക്ക് വരുമ്പോൾ 5 അരുവികൾ കടന്നിട്ട് വേണം വരാൻ, ഓരോന്നിലും മുങ്ങി കുളിച്ചിട്ട് വേണം വരാൻ. അങ്ങനെ വരുന്നവൻ എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വീടിന്റെ മുൻപിലുള്ള ഈ അരുവിയിൽ 5 നേരം കുളിക്കുന്ന ഒരുത്തൻ ഹൽ യബ്ഖാ മിൻ ദർനിഹി ഷൈ, അവന്റെ ശരീരത്തിലോ അല്ലെങ്കിൽ അവന്റെ വസ്ത്രത്തിലോ എന്തെങ്കിലും അഴുക്ക് പിന്നെ ബാക്കിയാകുമോ എന്ന് ചോദിച്ചു. ഖാലു, അപ്പൊ സഹാബികൾ പറഞ്ഞു, ലാ യബ്ഖാ മിൻ ദർനിഹി ഷൈഉൻ, ഒന്നും ഉണ്ടാവില്ല, അവന്റെ അഴുക്ക് ബാക്കിയാവില്ല. അവൻ ഓരോന്നിലും ഇങ്ങനെ കുളിച്ചു കയറുകയാണെങ്കിൽ അവൻ അഴുക്കുണ്ടാവില്ല. ഖാല ഫദാലിക മസലു സ്വലവാത്തിൽ ഖംസ് യംഹു അല്ലാഹു ബിഹിന്നൽ ഖതായ, അതാണ് 5 വഖ്ത് നിസ്കാരത്തിന്റെ ഉപമ. അള്ളാഹു അതുകൊണ്ട് തിന്മകളെ മായ്ക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഹോദരങ്ങളെ, നിസ്കരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ചില നിയ്യത്തുകളുണ്ട്. നിസ്കരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ചില നിയ്യത്തുകളുണ്ട്. വുദു എടുക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ചില നിയ്യത്തുകളുണ്ട്. നിസ്കാരം എന്ന് പറയുമ്പോൾ വുദുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. വുദു എടുക്കുന്ന സമയത്ത് അവന്റെ നിയ്യത്ത് അവൻ ചെയ്ത തിന്മകൾ പൊറുക്കാനാണ് എങ്കിൽ അവന്റെ ഓരോ അവയവവും കഴുകുമ്പോൾ ആ അവയവങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ള തിന്മകൾ പുറത്തു കിട്ടാനാണെങ്കിൽ അതിന് അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടും. നമുക്കറിയാം, ഹദീസിൽ വന്നതുപോലെ വെള്ളം ഒറ്റുമ്പോൾ അവന്റെ തിന്മകളാണ് അതിൽ നിന്ന് ഉറ്റിപ്പോകുന്നത്. ഒരിക്കലും നമ്മൾ നിസ്സാരമായി കാണരുത്. കാരണം തിന്മകളാണ് നമ്മെ നശിപ്പിക്കുന്നത്. ചെറിയ തിന്മകൾ ഒരാൾ സ്ഥിരമായി ചെയ്യുക എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപമ എന്താണ്? ഒരു സംഘം ആളുകൾ ഒരു താഴ്വരയിൽ ഇറങ്ങി. അപ്പൊ അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ തീയോ മറ്റോ ഇല്ല. അപ്പൊ അതിൽ ഓരോ ആളുകൾ പോയിട്ട് ഓരോ ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകൾ കൊണ്ടുവന്നു. ആ ചുള്ളിക്കമ്പുകൾ കൊണ്ടുവന്ന് അതിനെ കത്തിച്ച് അതുകൊണ്ട് അവർക്ക് ആവശ്യമായ റൊട്ടിയും മറ്റുമെല്ലാം വേവിച്ചെടുത്തു. അതുപോലെയാണ് ചെറിയ പാപങ്ങൾ ഒരാളുടെ മേലെ ആവുക. ചെറിയ ചെറിയ വിറക് കത്തിച്ച് വലിയ തീ ഉണ്ടായതുപോലെ ആ ചെറിയ ചെറിയ തിന്മകൾ അവന്റെ മേലെ വലിയ ഒരു അപകടമായിട്ട് അത് മാറും. അപ്പൊ നമുക്കുള്ള വഴി എന്താണ്? മായ്ക്കുക. അപ്പൊ തന്നെ തിന്മകൾ സംഭവിച്ചാൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് മായ്ക്കുക. മറ്റ് ഹദീസിൽ വന്നതുപോലെ ഒരു തിന്മ സംഭവിച്ചു, നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നല്ല രീതിയിൽ വുദു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കണം. നിസ്കാരം ഫർളായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും പാപങ്ങൾ പുറത്തു കിട്ടാൻ, തിന്മകളെ മായ്ക്കാൻ ഏറ്റവും മഹത്തായിട്ടുള്ള കർമ്മമാണ് നിസ്കാരം എന്നുള്ളത്. അപ്പോ എന്തെങ്കിലും തെറ്റ് നമുക്ക് സംഭവിച്ചു പോയാൽ വുദു എടുക്കുക, നിസ്കരിക്കുക. അതൊരു ദിവസത്തിൽ 1000 തവണയാണെങ്കിൽ 1000 തവണ ഒരു തിന്മ നമ്മൾ ആവർത്തിച്ചാലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷെ ഇതിൽ ഏറ്റവും അപകടം നമുക്ക് മടുക്കും. നമുക്ക് പിന്നെ നിസ്കരിക്കാൻ സാധിക്കില്ല. നമുക്ക് ഞാൻ ഇത്ര തിന്മ ചെയ്തു, ഇനി ഞാൻ എങ്ങനെ ചെയ്യുക? നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ജീവിതം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ തിന്മകൾ വർദ്ധിച്ചാൽ നമുക്ക് ജമാഅത്തുകൾ നഷ്ടപ്പെടാൻ തുടങ്ങും. നമുക്ക് നിസ്കാരത്തിൽ മടുപ്പ് തോന്നാൻ തുടങ്ങും. ആദ്യം സുന്നത്തുകളോട് മടുപ്പ് തോന്നും, പിന്നെ ഫർളുകളോട് മടുപ്പ് തോന്നും. വലിയ ഭാരമായിട്ട് മാറും. അത് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി മാറും. അപ്പൊ തുടക്കത്തിൽ തന്നെ തിന്മകൾ എന്ത് സംഭവിച്ചാലും നന്മകൾ കൊണ്ട് മത്സരിക്കുക. ഒരു ത്രാസിൽ 2 സാധനം വെച്ചാൽ എങ്ങനെയാണ് വെക്കുക? അങ്ങനെ വിചാരിക്കുക. ഒരു തിന്മ വെച്ച് താഴ്ന്നിട്ടുണ്ടെങ്കിൽ നന്മ ചെയ്യുക. അതിൽ ഒന്നാമത്തെ നിസ്കാരം പറഞ്ഞു നന്മ ചെയ്യുക. അത് നമ്മൾ അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. എന്നിട്ട് ആ നന്മകൾ വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ദുനിയാവിൽ നമുക്ക് പറ്റുന്ന കാര്യം. തിന്മകൾ തീർച്ചയായിട്ടും മനുഷ്യനോടൊപ്പം സംഭവിക്കുന്ന കാര്യമാണ്. ഇത് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മഹത്തായ ഒരു വസിയ്യത്തിലും ഇതേ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു പോലെ, അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാത്രാ സമയത്ത് വസിയ്യത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വളരെ മഹത്തായ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നസീഹത്ത് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. നീ എവിടെയായിരുന്നാലും എപ്പോഴാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും നീ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു നിനക്ക് ശിക്ഷ നൽകുന്ന, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് നീ വീഴാൻ കാരണമാകുന്ന കാര്യങ്ങളെ നീ അകറ്റുക. അങ്ങനെ അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക. നീ ഒരു തിന്മ ചെയ്തു പോയാൽ നീ എന്ത് ചെയ്യണം? നന്മ കൊണ്ട് അതിനെ പിന്തുടരണം. ഒരു തെറ്റ് സംഭവിച്ചാൽ നന്മ ഉടനെ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു തെറ്റ് സംഭവിച്ചു, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക, ഇനിയിപ്പോ എന്താ വഴി, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നല്ല. ഒരു തിന്മ ചെയ്തു പോയോ
നന്മ ചെയ്ത് നീ അതിനെ പിന്തുടരണം. അങ്ങനെ പിന്തുടർന്നാൽ തംഹുഹ, ആ തിന്മയെ, ആ നന്മ മായ്ച്ചു കളയുന്നതാണ്. പറഞ്ഞു വൻപാപങ്ങളിലെ തൗബയാണ്. അല്ലാതെയുള്ള പാപങ്ങളിൽ നമുക്ക് എന്തൊക്കെ നന്മകളുണ്ടോ അത് ചെയ്യുക. നിസ്കാരം പോലെയുള്ള ബാക്കി നന്മകൾ നമ്മൾ പറയും, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തിലും പെരുമാറുക. ഇത് നമ്മുടെ വിഷയം. വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ, സ്വന്തം നഫ്സിനോടുള്ള ബാധ്യതയാണ്. ഈ ഹദീസിനെ പണ്ഡിതന്മാർ മൂന്നായിട്ടാണ് വേർതിരിച്ചത്. ഒന്നാമത്തേത് അള്ളാഹുവിനോടുള്ള ബാധ്യത, രണ്ടാമത്തേത് സ്വന്തത്തിനോടുള്ള ബാധ്യത, മൂന്നാമത്തേത് മറ്റുള്ള സൃഷ്ടികളോടുള്ള ബാധ്യത. ഇത്തഖില്ല എന്നുള്ളത് ആരോടുള്ളതാ? അള്ളാഹുവിനോടുള്ള ബാധ്യത. അത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ എന്നുള്ളതോ സ്വന്തത്തിനോടുള്ള ബാധ്യതയാണ്. മൂന്നാമത്തേത് ഖാലിഖിൻ നാസ്, ജനങ്ങളോടുള്ള ബാധ്യതയാണ്. അപ്പോ ഈ ഹദീസിലും ഈ വിഷയം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി നിസ്കാരം പോലെ ഈ തിന്മകളെ മായ്ക്കാൻ ഉപകരിക്കുന്ന മറ്റുള്ള അമലുകൾ എന്താണ്? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അസ്സദഖ, ദാനധർമ്മങ്ങൾ എന്നുള്ളത്. ദാനധർമ്മങ്ങൾ നമ്മുടെ തിന്മകളെ മായ്ക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഹദീസ് ആ വിഷയത്തിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖത്തു സിർരി തുത്ഫിഉ ഗളബർ റബ്ബ്, രഹസ്യമായി ചെയ്യുന്ന സ്വദഖകൾ അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയും. അള്ളാഹുവിന്റെ കോപം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ തിന്മകൾ കൊണ്ടാണ്, നമ്മുടെ പാപങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിന്റെ കോപം സംഭവിക്കുക. ആ കോപത്തെ കെടുത്തിക്കളയാനുള്ള മാർഗമാണ് രഹസ്യമായി സ്വദഖകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. പരസ്യമായിട്ടും ചെയ്യാവുന്നതാണ് സ്വദഖ, പക്ഷെ രഹസ്യമായ സ്വദഖകൾക്ക് വളരെയധികം ശ്രേഷ്ഠതയും പ്രത്യേകതയുമുണ്ട്. അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയുമെന്ന് പറഞ്ഞാൽ നമ്മുടെ തിന്മകളെ മായ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതും നമ്മൾ നിസ്സാരമായി കാണാതിരിക്കേണ്ട ഒരു കാര്യമാണ്. തിന്മകൾ നമുക്ക് സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ, അറിഞ്ഞുകൊണ്ട് പാപത്തിൽ നമ്മൾ വീണു പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ സമ്പത്തിൽ നിന്ന് ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്കോ അള്ളാഹുവിന്റെ മാർഗത്തിലോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്വദഖ ചെയ്യുക. അത് ആ തിന്മകളെ മായ്ക്കാൻ, അത് കെടുത്താൻ കാരണമാകും. ഇതേ അർത്ഥത്തിൽ വേറെയും ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. തീയിനെ വെള്ളം തീയിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ തീ കെടുന്നത് പോലെ തിന്മകളെ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെ ഈ സ്വദഖ കെടുത്തിക്കളയുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റുള്ള ചില അമലുകൾ, നമ്മുടെ തിന്മകളെ മായ്ക്കാൻ ഉപകരിക്കുന്ന മറ്റുള്ള ചില കർമ്മങ്ങൾ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചു, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, നിനക്ക് ഞാൻ നന്മയുടെ കവാടങ്ങൾ എന്താണെന്ന് അറിയിച്ചു തരട്ടെയോ? നന്മയ്ക്കുള്ള വഴിയൊരുക്കുന്ന നന്മയുടെ കവാടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയിക്കട്ടെയോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് എന്നുള്ളത് ഒരു പരിചയാണ്. നോമ്പ് ഒരു പരിചയാണ്. അതായത് തിന്മകളിൽ നിന്നും ശഹ്വത്തുകളിൽ നിന്നും അതുപോലെ നരകത്തിയിൽ വീഴുന്ന മറ്റുള്ള പാപങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഒരു പരിചയാണ് നോമ്പ് എന്നുള്ളത്. ഒരാൾ എത്രത്തോളം അവന്റെ ജീവിതത്തിൽ നോമ്പ് അതിന്റെ യഥാവിധിയിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്നുവോ, സുന്നത്തായത് പൊതുവായി പറയുന്നത് റമളാനിൽ നമുക്ക് നിർബന്ധമായിട്ടുണ്ടാവേണ്ടതാണ്, അവന് എത്ര സാധിക്കുന്നുവോ അവന് സ്വന്തത്തെ പരിശീലിപ്പിക്കാൻ സാധിക്കും. സ്വന്തത്തിന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കാൻ. സലഫുകൾ പറഞ്ഞതുപോലെ ഒരാൾക്ക് നല്ല സ്വഭാവം വേണോ, അവൻ നോമ്പെടുക്കട്ടെ. ഒരാൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവണമെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ. കാരണം നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന് സ്വഭാവം വരെ ഭക്ഷണം കുറയുന്നതിൽ പൊതുവായിട്ടുള്ളതാണ്. നോമ്പെടുക്കുമ്പോൾ അത് യഥാർത്ഥ രൂപത്തിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെ എന്തെങ്കിലും തിന്മയിൽ ക്ഷമ അവലംബിക്കാൻ സാധിക്കുന്നില്ലേ, ദേഷ്യം വരുന്നവനാണോ, നോമ്പെടുക്കട്ടെ. ശഹ്വത്തുകൾ അധികരിച്ചവനാണോ, നോമ്പെടുക്കട്ടെ. നോമ്പ് ഒരു പരിചയമാണ്, തിന്മകളിൽ നിന്നുള്ള ഒരു പരിചയമാണ്. അഥവാ നാം പറഞ്ഞ പോലെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലഭിക്കുന്ന പരിചയമാണ്. എന്നിട്ട് പറഞ്ഞു, വസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉ അൽമാഉൻ നാർ, സ്വദഖ എന്നത് ഒരു വെള്ളം തീയിനെ കെടുത്തുന്നത് പോലെ തിന്മകളെ കെടുത്തിക്കളയുന്നതാണ്, പാപങ്ങളെ കെടുത്തിക്കളയുന്നത്. പാപം ഒരു തീയാണ്, അത് കൽബിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹാക ഫീ സദ്രിക് ഫദഉഹു, ഒരു കാര്യം നീ ചെയ്യുമ്പോൾ നിന്റെ കൽബിൽ ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നീ ഒഴിവാക്കണം. ഒരു കാര്യം നമ്മൾ ചെയ്യാണ്, അത് നമ്മുടെ കൽബിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട്, ഇത് ശരിയല്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം.
ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ കൽബിൽ ചൊറിച്ചിലുണ്ട്, ഇത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അത് ചെയ്യണം. കൽബിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇത് കച്ചവടക്കാർക്കൊക്കെ ധാരാളം ഉലമാക്കൾ ഹലാലും ഹറാമുമായിട്ട് അതിന്റെ ഇടയിലുള്ള മുസ്തബിഹാത്തുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണിത്. കാരണം ചില ആളുകൾക്ക് സംശയം വരും, ഇപ്പൊ ഈ ഒരു വരുമാനം ഇത് ഹലാലാവോ ഹറാമാവോ. ചില ആളുകൾ കച്ചവടത്തിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ച് അത് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് ഉലമാക്കൾ പറയുന്ന കാര്യമാണിത്. എല്ലാ വിഷയത്തിലും അതെ, കൽബിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യം നീ ഒഴിവാക്കണം. കാരണം അത് സംശയം ഉണ്ടാവുള്ള കാര്യമായിരിക്കും. ഒന്നുകിൽ ഹറാമായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഒരു സംശയമുള്ള കാര്യമായിരിക്കും. സംശയമുള്ള കാര്യത്തിൽ ചെന്ന് ചാടിയാൽ എന്താ ഉണ്ടാവുക? പിന്നെ അടുത്തത് ഹറാമിൽ പോയി ചാടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോ ഇവിടെ പറഞ്ഞത് ഈ കൽബിൽ തിന്മ ചെയ്യുമ്പോൾ അതൊരു തീ പോലെ ആളിക്കത്തും. തിന്മകൾ കൽബിൽ തീ പോലെ ആളിക്കത്തും. അതിനെ കെടുത്താനുള്ള മാർഗം സ്വതക്കയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തീ കെടുത്തുന്ന പോലെ, വെള്ളം കെടുത്തുന്ന പോലെ തിന്മകളുടെ ഈ അടയാളങ്ങളെ സ്വതക്ക കെടുത്തും. അതുപോലെ നന്മകൾ അതിനെ സഹായിക്കും. വസ്വലാത്തുർ റജുലി മിൻ ജൗഫിൽ ലൈൽ, രാത്രിയുടെ മധ്യത്തിൽ ഒരാൾ നിന്ന് നിസ്കരിക്കുന്നതും അവന്റെ തിന്മകളെ മായ്ക്കാനുള്ള, കെടുത്താനുള്ള ഒരു കാരണമാണ്. അവന്റെ തിന്മകളെ മായ്ക്കാനുള്ള, കെടുത്താനുള്ള ഒരു കാരണമാണ് ഒരാൾ രാത്രി നിന്ന് നിസ്കരിക്കുക എന്നുള്ളത്. പറയാം, നിസ്കാരം നമ്മൾ 5 വക്ത് നിസ്കാരത്തിന്റെ കാര്യത്തിന്റെ മഹത്വം പറഞ്ഞു. അതുപോലെ തന്നെ രാത്രി നിസ്കാരവും തിന്മകളെ മായ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. മായ്ക്കുക എന്ന് മാത്രമല്ല, മൻഹാത്തുൽ ലിൽ, തിന്മകളിൽ നിന്ന് തടയുന്ന കാര്യമാണ് രാത്രി നിസ്കാരം. ഒരാൾക്ക് അതിന്റെ യഥാവിധിയിൽ പൂർണ്ണതയിൽ രാത്രി നിസ്കരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിന്മകളിൽ നിന്ന് സംരക്ഷിക്കും. ആദ്യം മനസ്സിലാക്കേണ്ട, ആദ്യം ഓതിയ ആയത്തതിനാണ്. വലാകിന്നല്ലാഹ ഹബ്ബബ, അള്ളാഹു ആണ് എന്ത് ചെയ്യുന്നത്? ഇലൈക്കുമുൽ ഈമാൻ, ഈമാനോട് ഇഷ്ടമുണ്ടാക്കി തരുന്നത്, തിന്മകളോട് വെറുപ്പുണ്ടാക്കി തരുന്നത്. ആ അള്ളാഹുവിലേക്ക് അടുക്കലല്ലാതെ വേറെ വഴിയില്ല. ഒരു ആട്ടിടയനും കുറെ ആടുകളും ഉണ്ട് എങ്കിൽ ആ ആടുകളിൽ ഏറ്റവും സുരക്ഷിതനായ ആടാരായിരിക്കും? ആട്ടിടയനോട് ഏറ്റവും അടുത്ത ആടായിരിക്കും. അതിൽ നിന്ന് അകന്നു പോകുന്തോറും അവന്റെ സുരക്ഷിതത്വം കുറയും. അവനെ ആക്രമിക്കുന്ന, അവനെ കാത്തു നിൽക്കുന്ന ചെന്നായ്ക്കൾക്ക് അവനെ പിടികൂടാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പിടികൂടലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. അതിനുള്ള ഒരു മാർഗമാണ് ജൗഫുൽ ലൈൽ, രാത്രിയുടെ ആ മധ്യത്തിലുള്ള, ഏറ്റവും ജൗഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സെന്റർ എന്നുള്ള അർത്ഥം. ആ സമയത്തുള്ള നിസ്കാരം അവനെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. തതജാഫാ ജുനൂബുഹും അനിൽ മവാജി, അവരുടെ പാർശ്വങ്ങൾ അവരുടെ കിടപ്പറയിൽ നിന്ന് ഉയരും. യദ്ഊന റബ്ബഹും, അവരുടെ റബ്ബിനോട് അവർ ദുആ ചെയ്യും. ഖൗഫൻ വതമഅ, ഭയപ്പാടോടുകൂടി, കൊതിയോടുകൂടി, കാരുണ്യം പ്രതീക്ഷിച്ച്. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകപ്പെട്ട റിസ്ഖിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അയുനിൻ, ഒരാൾക്കും തന്നെ അറിയില്ല, ഒരാൾക്കും അറിയില്ല അള്ളാഹു അവർക്ക് കൺകുളിർമയായിട്ട് എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവര് ചെയ്തതിന് പ്രതിഫലമായിട്ട്, അവർ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾക്ക് പകരമായിട്ട് അവർക്ക് കൺകുളിർമയായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരാൾക്കും അറിയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, നിസ്കാരം, സ്വദഖ, അതുപോലെ തന്നെ ബാക്കിയുള്ള നോമ്പ് പോലത്തെ ഇബാദത്തുകൾ, അതുപോലെ രാത്രി നിസ്കാരങ്ങൾ, ഇതെല്ലാം എല്ലാ നന്മയും തന്നെ തിന്മകളെ മായ്ച്ചു കളയുന്നത് പൊതുവായിട്ടുള്ള കാര്യമാണ്, പൊതുവായിട്ടുള്ള കായികയാണ്. ഒരു നന്മയെ നമ്മൾ വില കുറച്ച് കാണരുത്. ഒരു നന്മയും, ഏത് കാര്യവും ഈ തിന്മകളെ മായ്ച്ചു കളയും. ഇതിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? നമുക്ക് നന്മകളായിട്ട് അറിയുന്ന എല്ലാം, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നത്, മാതാവിന് പുണ്യം ചെയ്യുക എന്നുള്ളത് വളരെ മഹത്തായിട്ടുള്ള കാര്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ഞാൻ ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു, അവൾ സമ്മതിച്ചില്ല. വേറൊരാൾ വിവാഹം അന്വേഷിച്ചു, അവൾ സമ്മതിച്ചു. എനിക്ക് ഗൈറത്ത് വന്നു, ദേഷ്യം വന്നു, ഞാൻ അവളെ കൊന്നു. എനിക്ക് തൗബയുണ്ടോ ചോദിച്ചു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചത് എന്താ? നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ എന്താണ് ചോദിക്കാൻ കാരണം? അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ നീ നന്മകൾ ചെയ്യുക, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക പറഞ്ഞ് അയാളെ വിട്ടു. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചത്? അപ്പൊ പറഞ്ഞു, ഉമ്മാക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു കർമ്മവും എനിക്കറിയില്ല. നമുക്ക് തെറ്റ് സംഭവിച്ചോ?
ഉമ്മാന്റെ അടുത്ത് ചെല്ലുക, ഉമ്മാക്ക് എന്താണ് ഖിദ്മത്ത് ചെയ്യാൻ പറ്റുക ചെയ്തു കൊടുക്കുക. അത് രണ്ട് രീതിയിലുണ്ട്. ഉമ്മാക്ക് ചെയ്യേണ്ട കടമ എന്നുള്ളതുകൊണ്ട് തിന്മകൾ പുറത്തു കിട്ടാനുള്ള മാർഗം എന്ന നിലക്കുണ്ട്. പലർക്കും അറിയില്ല. പലരും തിന്മ ചെയ്താൽ വളരെയധികം നിരാശപ്പെട്ടു. എത്ര ആളുകൾ സുബ്ഹാനല്ലാഹ് ദീനിൽ നിന്ന് തന്നെ തെറ്റിപ്പോയത് അവരുടെ പാപങ്ങൾ കാരണത്താലാണ്. അവർ ചെയ്ത തിന്മകൾ കാരണത്താൽ, അതിനോടുള്ള നിരാശ കാരണത്താൽ ദീനിനോട് തന്നെ വെറുപ്പായിട്ട് ദീനിൽ തെറ്റിപ്പോകും. ഒരിക്കലും സഹോദരങ്ങളെ തിന്മ സംഭവിച്ചാൽ നന്മയിൽ മുന്നേറുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒരിക്കലും നമ്മൾ ഇത് ചെയ്യുന്ന നന്മയിൽ നിന്ന് പിന്നോട്ട് കുറയുന്ന അവസ്ഥ നമുക്ക് സംഭവിച്ചു ഒരടി പിന്നോട്ട് വെച്ചാൽ പിന്നെ പിശാച് നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചിലപ്പോ ഒരേപോലെ പോകുണ്ടാവുക. തിന്മയുണ്ടാവും നന്മയുണ്ടാവും, തിന്മയുണ്ടാവും നന്മയുണ്ടാവും. പക്ഷെ എന്നാലും വിട്ടുകൊടുക്കാൻ പാടില്ല. നന്മയിൽ തുടർന്നുകൊണ്ടേയിരിക്കണം. തിന്മ നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു ദിവസം ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ് നമുക്കതിനെ മറികടക്കാൻ ഈ നന്മകൾ സഹായകമാകും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉമ്മക്ക് നന്മ ചെയ്യുക, അല്ലെങ്കിൽ കുടുംബ ബന്ധം ചേർക്കുക, അയൽവാസികൾക്ക് നന്മ ചെയ്യുക. അങ്ങനെയുള്ള എന്തെല്ലാം നന്മകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, ആ നന്മകൾ കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ് തിന്മകളെ മായ്ച്ചു കളയാനുള്ള പ്രധാനപ്പെട്ട മാർഗം. ഇനി നന്മകളിൽ വെച്ച് ഏറ്റവും വലിയ നന്മ എന്താണ്? ഈ തിന്മകളെല്ലാം മായ്ച്ചു കളയാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണ്? അബൂദർ അൽ ഖിഫാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് ഔസിനി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ എനിക്ക് ഒരു വസിയത്ത് നൽകണം, എനിക്കൊരു ഉപദേശം നൽകണം. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അമിൽത സയ്യിഅതൻ, നീ തിന്മ ചെയ്താൽ. ഇത് ആരോടാ പറയുന്നത് ആലോചിക്കണം. അബൂദർ അൽ ഖിഫാരിയുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ സിദ്ഖിൽ അറിയപ്പെട്ട സഹാബി എന്നറിയപ്പെടുന്ന സഹാബിയാണ്. അത്രയും ഉന്നതനായിട്ടുള്ള ശ്രേഷ്ഠനായ സഹാബിയാണ്. വേറൊരു സംഭവമുണ്ട്. ഈ സഹാബിയോടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നകും റൂം ഫീക്കൽ ജാഹിലിയ്യ, നീ ജാഹിലിയത്തിലുള്ളവനാണ്. ഈ സഹാബി ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇബ്നു സൗദാ എന്ന് വിളിച്ചു, കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് വിളിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു ഭയങ്കര വിഷമായി. ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായി പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ പറഞ്ഞു, ഇന്നകും റൂം ഫീക്കൽ ജാഹിലിയ്യ, നീ ജാഹിലിയത്തിലുള്ള ഉള്ളിലുള്ളവനാണ് പറഞ്ഞു. അത് ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും അവന്റെ ജാഹിലിയത്ത് ഉണ്ടാവും. അത് പിടിച്ചു വെക്കുന്നിടത്താണ് അവന്റെ വിജയം. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ശ്രേഷ്ഠനായ സ്വഹാബി, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞാൽ പിന്നെ വേറെ ക്ലാസ് എടുക്കേണ്ടി വരും. അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള സ്വഹാബിയാണ് അബൂദർ അൽ ഖിഫാരി റളിയല്ലാഹു അൻഹു. അത്രയും മഹത്തായ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ. ആ സ്വഹാബിയോടാണ് പറയുന്നത് ജാഹിലിയത്തിൽ ഉള്ളിലുള്ളവനാണ് ഈ. അപ്പോ അങ്ങനെയുള്ള സ്വഹാബികളോടാ പറയുന്നത് ഇതാ അമിൽത സയ്യിഅത. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്? പലർക്കും തിന്മകൾ അറിയാത്തോണ്ടാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ അബദ്ധം എന്താ അറിയോ? നമുക്ക് പറ്റുന്ന തിന്മ എന്താ നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഞാൻ ഉൾപ്പെടെ എല്ലാവരോടും കൂടിയിട്ടാണ്. അവളൊന്ന് ആലോചിക്കാം, ഞാൻ എന്ത് തിന്മയാണ് ചെയ്യുന്നത്. ചിലവർ ആയിരിക്കും, ഞാൻ ഒരു തിന്മയും ചെയ്യുന്നില്ലല്ലോ, ഞാനൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, എനിക്കൊരു തെറ്റും സംഭവിക്കുന്നില്ലല്ലോ എന്നാണ് പലരും വിചാരിക്കുക. യഥാർത്ഥത്തിൽ അതല്ല. തിന്മകൾ എന്താണെന്ന് അറിയാത്തതിന്റെ കുഴപ്പമാണത്. അല്ലെങ്കിൽ നോക്കി നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവട്ടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആവട്ടെ, അവരെല്ലാം സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബികളായിട്ട് കൂടി അവരെന്ത് പറയുമായിരുന്നു? ഉയർത്തെഴുന്നേൽപ്പിക്കാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവര് ചെറിയൊരു കാര്യം കേൾക്കുമ്പോഴേക്ക് ഭയപ്പെട്ടു. ഉമർ റളിയല്ലാഹുവിന്റെ കവിളിൽ ഒരു വര, രണ്ട് കവിളിലായിട്ട് വര ഉണ്ടായിരുന്നു, കരഞ്ഞ അടയാളങ്ങളായിട്ട് വര വന്നിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവരപ്പോ എന്ത് ആലോചിച്ചിട്ടാണ്? അവർക്ക് തിന്മകളുടെ ആഴവും അതിന്റെ ഗൗരവവും അറിയാം, അള്ളാഹുവിനോടുള്ള കടമകളിലെ വീഴ്ചകൾ അറിയാം. നമുക്ക് തിന്മകൾ അറിയില്ല, അതുകൊണ്ടാണ് പ്രശ്നം. അപ്പോ നമ്മൾ തിന്മകൾ ചെയ്യാത്തവരാണ് എന്നുള്ള ധാരണ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിഫാഖിന്റെ അടയാളമാണ്. നഊദു ബില്ലാഹ്. നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ ഈ സഹാബിയോട് പറയാണ്, നീ തിന്മ ചെയ്താൽ, ഇദാ അമിൽത സയ്യിഅതൻ, നീ തിന്മ ചെയ്തു പോയാൽ, ഫഅത്ബിഅഹാ ഹസനതൻ, നീ അതിനെ തുടർന്ന് നന്മ ചെയ്യണം. നീ തിന്മ ചെയ്താൽ അതിനെ തുടർന്ന് നന്മ ചെയ്യണം. തംഹുഹാ, അതതിനെ മായ്ക്കും. ആ നന്മ ആ തിന്മയെ മായ്ക്കും. അതുകൊണ്ട് തിന്മ സംഭവിച്ചാൽ നീ നന്മ ചെയ്തിരിക്കണം. അതാ തിന്മ നിന്നിട്ടില്ലെങ്കിലും, അതാണ് ഇവിടെ വിഷയം. അതാണ്, ആ തിന്മ നമ്മൾ നിർത്തിയിട്ടില്ലെങ്കിലും നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരിക്കലും വീഴ്ച. ഞാൻ തിന്മ ചെയ്യാനുള്ളതല്ല പറയുന്നത്, സംഭവിച്ചു പോകുന്ന തിന്മകളെ പറയുന്നത്. ഒരിക്കലും അതിൽ പല ആളുകളും, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന
യുവാക്കളിലും അതുപോലെ തന്നെ അധിക ആളുകളിലും ധാരാളം തിന്മകൾക്കുള്ള അവസരങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. പലരും ദീനിൽ നിന്ന് തെറ്റിപ്പോവാണ്. പലരും ദീനിയായിട്ട് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളുകൾ അവര് തെറ്റിപ്പോകുമ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് തെറ്റിപ്പോയതാണ്. അല്ല, തിന്മകളുടെ ആധിക്യം കൊണ്ട് മനം മടുത്ത് തെറ്റിപ്പോകുന്ന ആളുകളുണ്ട്. അത് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നന്മയിൽ മുന്നേറുന്നതിന് ഒരിക്കലും തിന്മകൾ തടസ്സമാകുന്ന അവസ്ഥ നമുക്കുണ്ടാവരുത്. നമ്മൾ മുന്നേറിക്കൊണ്ടേയിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ അതിന് ചിലപ്പോൾ ഒരു റൂഹൊന്നും ഉണ്ടാവില്ല. ഒരു തിന്മ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിസ്കാരത്തിന്റെ ലദ്ദത്ത് എന്ത് കിട്ടൂല, പൂർണ്ണമായിട്ട് കിട്ടൂല. പക്ഷെ നിസ്കരിക്കണം. ഖുർആൻ ഓതുമ്പോ അതിന്റെ അർത്ഥം കൊണ്ട് തഫക്കുറോ തദബ്ബുറോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഖുർആൻ ഓതണം. അല്ലെങ്കിൽ എന്ത് ദിക്ർ ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടായിക്കോളുന്നില്ല. ദിക്ർ ചെല്ലണം. ഒന്നും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ പറഞ്ഞു, നീ തിന്മ ചെയ്താൽ നീ നന്മ കൊണ്ട് അതിനെ തുടരണം, അത് അതിനെ മായ്ക്കും. അപ്പൊ അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അമിനൽ ഹസനാതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കും പ്രവൃത്തിയും അത് നന്മയിൽപ്പെട്ടതാണോ? അത് നന്മകളിൽപ്പെട്ടതാണോ? ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ അഫ്ദലുൽ ഹസനാത്ത്. നന്മകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. സഹോദരങ്ങളെ, എല്ലാ തിന്മകളെയും ദുർബലപ്പെടുത്തുന്ന കാര്യമാണ്, മായ്ച്ചു കളയുന്ന കാര്യമാണ് തൗഹീദ് എന്നത്. തൗഹീദ് കൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ അൽ-ഇക്സീർ എന്നാണ് പറയുക. അലിക്സീർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എലിക്സിർ എന്നെല്ലാം പറയും. എല്ലാത്തിനും ജീവൻ നൽകുന്ന കാര്യം എന്നുള്ള അർത്ഥമാണ് അലിക്സീർ എന്ന് പറഞ്ഞാൽ. തൗഹീദ് അലിക്സീറാണ്. അത് തിന്മകളുടെ വലിയൊരു പർവ്വതത്തിന്റെ മേലെ കൊണ്ടുപോയി വെച്ചാലും അത് ആ തിന്മകളെല്ലാം നന്മയാക്കി മാറ്റും. അത്ര ശക്തിയുള്ള ഒരു കാര്യമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാകിന്നഹു അതാ ബിദുനൂബിൻ ഔഹന ദാലിക തൗഹീദ് വൽ ഇഖ്ലാസ്. ഇഖ്ലാസും തൗഹീദും ഒരാൾ കൊണ്ടുവരുന്ന എത്ര വലിയ തിന്മകളെയും അതിനെ എന്താക്കി കളയും? അതിനെ നിസ്സാരമാക്കി കളയും. തൗഹീദിന്റെ ശക്തിയാണത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, യഖൂലുല്ലാഹ്, അല്ലാഹു തആല പറയും, വമൻ ലഖിയനി ബിഖുറാബിൽ അർളി ഖതീഅ. നിങ്ങളിൽ ആരെങ്കിലും ഭൂമിയോളം തിന്മയുമായി തന്നെ കണ്ടുമുട്ടുകയാണ്, ലാ യുശ്രികു ബി ശൈഅ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ, തൗഹീദോടുകൂടി, തൗഹീദിന്റെ പൂർത്തീകരണത്തോടുകൂടി. ഇവിടെ ലാ യുശ്രികു ബി ശൈഅ എന്നുള്ളത് അറബി ഭാഷയിൽ നക്കിറയായിട്ടൊരു പദം നഫീന്റെ സിയാഖിൽ വരിക എന്ന് പറയും. ഷൈഅ എന്നുള്ള പദം അങ്ങനെ വന്നാൽ, ഒന്നും വലുതും ചെറുതുമായ ശിർക്കിന്റെ ഒരംശവും ഇല്ലാതെ വന്നാൽ, ലഖീതുഹു ബിമിസ്ലിഹാ മഗ്ഫിറതൻ, അവൻ ചെയ്ത തിന്മയോളം മഗ്ഫിറത്തുമായിട്ട് അവനെ കണ്ടുമുട്ടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ നന്മയുടെയും അടിസ്ഥാനവും എല്ലാ തിന്മകളെയും മായ്ച്ചു കളയാനുള്ള കാര്യവും ഈ തൗഹീദാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വറൂഹു ഹാദിഹിൽ കലിമ വസിറുഹ, ഈ കലിമത്തിന്റെ റൂഹ് എന്ന് പറയുന്നത് ഇഫ്റാദുർ റബ്ബി ജല്ല സനാഉഹു, അല്ലാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണ്. വതഖദ്ദസത് അസ്മാഉഹു, അല്ലാഹുവിന്റെ നാമങ്ങളെ പരിശുദ്ധപ്പെടുത്തലാണ്. വതബാറക ഇസ്മുഹു, അല്ലാഹുവിന്റെ ഇസ്മ ബറക്കത്ത് നിറഞ്ഞതാനാക്കലാണ്. വതആല ജദ്ദുഹു, അല്ലാഹുവിന്റെ മഹത്വം ഉന്നതമുള്ളതാണ്. വലാ ഇലാഹ ഗൈറുഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നതാണ്. എന്താണ് ഈ കലിമത്തിന്റെ ആശയത്തിന്റെ സാരാംശം എന്നാണ് പറയുന്നത്. ബിൽ മഹബ്ബതി വൽ ഇജ്ലാലി വത്തഅലീം, അല്ലാഹുവിനോടുള്ള അതിയായ ഇഷ്ടം കൊണ്ട്, മഹത്വം കൊണ്ട്, അള്ളാഹുവിനെ പുകഴ്ത്തൽ കൊണ്ട്, വൽ ഖൗഫി വർ-റജാ, ഭയം കൊണ്ട്, പ്രതീക്ഷ കൊണ്ട്, വതവാബിഇ ദാലിക മിനത് തവക്കുൽ വൽ ഇനാബ, തവക്കുൽ കൊണ്ട്, ഇനാബത്ത് കൊണ്ട്, വർ-റഗ്ബതി വർ-റഹ്ബ, അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൊണ്ട്, ഭയം കൊണ്ട്, ഫലാ യുഹിബ്ബു സിവാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഇഷ്ടപ്പെടുന്നില്ല. വകുല്ലു മാ യുഹിബ്ബു ഗൈറഹു ഫഇന്നമാ യുഹിബ്ബു തബഅൻ ലിമുഹബ്ബതിഹി, അവൻ അള്ളാഹുവിനെ അല്ലാതെ മറ്റെന്തിനെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഇഷ്ടവുമായി ബന്ധപ്പെട്ടായിരിക്കും. അവൻ അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. വകൗനിഹി വസീലത്തിൻ ഇലാ സിയാദത്തി മഹബ്ബതിഹി, അതെന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹുവിനോടുള്ള ഇഷ്ടം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാ. നമ്മളൊരാളെ സ്നേഹിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടേ പറ്റുള്ളൂ?
അള്ളാഹിന് വേണ്ടിയിട്ടേ പറ്റുള്ളൂ. എന്തിനാണ്? അള്ളാഹുവിനോട് ഇഷ്ടം വർദ്ധിക്കാൻ. വലാ യഖാഫു സിവ, അള്ളാഹു അല്ലാതെ ഒന്നിനെയും അവൻ ഭയപ്പെടില്ല. വലാ യുർജി സിവ, അള്ളാഹു അല്ലാതെ ഒന്നിനും പ്രതീക്ഷ വെക്കില്ല. വലാ യതവക്കലു ഇല്ലാ അലൈഹി, അള്ളാഹുവിലല്ലാതെ പരമേൽപ്പിക്കില്ല. വലാ യർഗബു ഇല്ലാ ഇലൈഹി, അള്ളാഹുവിനോടല്ലാതെ ആഗ്രഹമുണ്ടാകില്ല. വലാ യർഹബു ഇല്ലാ മിൻ, അള്ളാഹുവിൽ നിന്നല്ലാതെ ഭയം കൊണ്ടുള്ള രക്ഷതേറ്റുണ്ടാവില്ല. വലാ യഹ്ലിഫു ഇല്ലാ ബിസ്മി, അള്ളാഹുവിന്റെ നാമം കൊണ്ടല്ലാതെ സത്യം ചെയ്ത് പറയില്ല. വലാ യൻദുറു ഇല്ലാ ലഹു, അള്ളാഹുവിനല്ലാതെ പിന്നെ നേർച്ച നേരില്ല. വലാ യുതാബു ഇല്ലാ ഇലൈഹി, അള്ളാഹുവിലേക്കല്ലാതെ പശ്ചാത്തപിച്ച് മടങ്ങില്ല. വലാ യസ്ജുദു ഇല്ലാ ലഹു, അള്ളാഹുവിന് വേണ്ടി അല്ലാതെ സുജൂദ് ചെയ്യില്ല. വലാ യദ്ബഹു ഇല്ലാ ലഹു വബിസ്മിഹി, അള്ളാഹുവിന്റെ നാമം കൊണ്ടും അള്ളാഹുവിന് വേണ്ടിയുമല്ലാതെ അറവ് നടത്തില്ല. വയജ്തമിഉ ദാലിക ഫീ ഹർഫിൻ വാഹിദിൻ, ഇതെല്ലാം ഒറ്റ ഹർഫിലാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഹുവ അല്ലാ യഅബുദ ഇല്ലാ ഇയ്യാ ബിജമീഇ അൻവാഇൽ ഇബാദ, ഇബാദത്തിന്റെ ഇനങ്ങൾ കൊണ്ടെല്ലാം അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കപ്പെടുകയില്ല. ഫഹാദാ ഹുവ തഹ്ഖീഖു ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് ഷഹാദത്തിന്റെ തഹ്ഖീഖ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഹ്ഖീഖ്. വലിഹാദാ ഹറമ അല്ലാഹു അലൻ നാർ, അതുകൊണ്ടാണ് അള്ളാഹു നരകം ഹറാമാക്കിയിട്ടുള്ളത്. മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹഖീഖത ഷഹാദ, ആരാണോ യഥാർത്ഥ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് ചെയ്യുന്നത്, വമുഹാലു അൻ യദ്ഖുല അന്നാറ മിൻ തഹഖഖി ബിഹഖീഖതി ഹാദിഹി ഷഹാദ വഖാമ ബിഹാ, അവൻ യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ട് ആ നരകത്തിൽ അവന് പ്രവേശിക്കൽ അസംഭവ്യമാണ്. കമാ ഖാല തആല വല്ലദീന ഹും ബിശഹാദാതിഹിം ഖായിമൂൻ, അല്ലാഹു പറഞ്ഞതുപോലെ അവർ അവരുടെ ഷഹാദത്ത് അവർ നിലനിർത്തുന്നവരാണ് എന്ന് പറഞ്ഞതുപോലെ എന്ന് അദ്ദേഹം അതിനെ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് അതെല്ലാ തിന്മകളെയും മായ്ച്ചു കളയുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം നമുക്ക് മോചനം നൽകുന്ന ഒരു കാര്യമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പോലെ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഒരു തിന്മക്കുള്ള സാഹചര്യം ഒരുങ്ങിയപ്പോൾ അള്ളാഹു സംരക്ഷിച്ചപ്പോൾ എന്താണ് അള്ളാഹു പറഞ്ഞത്? മുഖ്ലിസീൻ, ഇഖ്ലാസ് ഉള്ളവരിൽപ്പെട്ടവനാണ്. തൗഹീദ് അത് അതിന്റെ ഏറ്റവും പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊണ്ടവനും മനസ്സിലാക്കിയവനും പ്രാവർത്തികമാക്കിയവനുമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം. അതുകൊണ്ടാണ് ആ തിന്മയിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയാൻ കർമ്മങ്ങളും നിസ്കാരവും നോമ്പും സക്കാത്തും സദഖയും അതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഏറ്റവും അഫ്ളലായിട്ടുള്ള ഹസനാത്ത് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഖൗലാണ്, ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അമലാണ്, അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. അത് അള്ളാഹുവിനെ അറിയുന്നതിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലും വേണം. അതുകൊണ്ടാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ വളരെ ശ്രേഷ്ഠമായി മാറിയത്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ എന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഒരു തേട്ടത്തിൽ ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. തൗഹീദ് ഉണ്ട്, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യലുണ്ട്, അതുപോലെ തന്നെ ഇഅ്തിറാഫു ദം, തിന്മ അംഗീകരിക്കലുമുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, നീ അല്ലാതെ ഒരു ഇലാഹില്ല, നീ പരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിനെ ഏറ്റവും വലിയ നന്മയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പാപങ്ങളുടെ അനന്തരഫലങ്ങളെ അടയാളങ്ങളെ മായ്ച്ചു കളയുന്ന കാര്യങ്ങൾ എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ചില കാര്യങ്ങളൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഒന്ന്, ബിത്തൗബത്തിൻ നസൂഹ്, നസൂഹായ തൗബ, വത്തൗഹീദുൽ ഖാലിസ്, ഇഖ്ലാസോട് കൂടിയുള്ള തൗഹീദ്, വൽ ഹസനാത്തുൽ മാഹിയ, മായ്ച്ചു കളയുന്ന നന്മകൾ, വൽ മുസായിബുൽ മുകഫറ, നമുക്ക് ബാധിക്കുന്ന മുസീബത്തുകൾ, വശഫാഅത്തു ശാഫിഈൻ ഫിൽ മുവഹ്ഹിദീൻ, നാളെ പരലോകത്തുള്ള മുവഹ്ഹിദീങ്ങൾക്കുള്ള ഷഫാഅത്ത്, ആ വിഷയത്തിൽ ലഭിക്കുന്ന ഷഫാഅത്ത് എന്നിവ നാളെ പരലോകത്ത് തിന്മകളിൽ നിന്ന് രക്ഷ നൽകുന്ന കാര്യമാണ്. അപ്പൊ ഇതിൽ പറഞ്ഞു, വൻപാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തൗബ നസൂഹാണ് നമുക്ക് ആവശ്യം. എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ തൗഹീദ് നമുക്ക് ആവശ്യമാണ്. അറിയാതെ നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ബാക്കിയുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകൾ നന്മകളെ കൊണ്ട് മായ്ക്കാനും സൽക്കർമ്മങ്ങളിൽ മുന്നേറാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. കൂടുതൽ സൽക്കർമ്മങ്ങളെ കുറിച്ച് അറിയാനും പഠിക്കാനും തിന്മകളെ കുറിച്ച് അറിയാനും അതിനെ അകറ്റാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക്
أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.